ഹായ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങ്, 2 സവാള, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 10-15 വെളുത്തുള്ളി. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചാണ് എടുക്കാനുള്ളത്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഇറച്ചി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണിത്. അത് കഴിഞ്ഞിട്ട് പാനൊന്ന് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് ഓരോന്നായിട്ട് ഇടണം. ആദ്യം ഞാൻ ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ സവാളയും ആഡ് ചെയ്തു. സവാള ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഒന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ അതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് കഴിഞ്ഞിട്ട് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിലോട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തു, കുറവായത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് മല്ലിയില ആഡ് ചെയ്തു. പിന്നെ ഞാൻ അരച്ച് വെച്ചിരുന്ന ഇറച്ചി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബ്രെഡ് ക്രംസിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കോൺഫ്ലോറും മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അത് കട്ട്ലറ്റ് മുക്കിയിടാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചീനിച്ചട്ട എടുത്ത് ചൂടാക്കി എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ ആക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്നായിട്ട് കോൺഫ്ലോർ മുട്ടയിലും മുക്കി, പിന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. വൈകുന്നേരത്തേക്ക് ഒരു അടിപൊളി സ്നാക്കാണിത്. ചിക്കൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.